രോഹിതേട്ടാ പ്ലീസ്, അത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. സൃഷ്ടി എനിക്ക് മരുന്നും തേച്ചു തന്നു. പ്ലീസ് ഡോണ്ട് വെറി. അതെ. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നീ വലം വെക്കണ്ട, പൂജ മാത്രം മതി. കിരൺ വാ, പെട്ടെന്ന് ചടങ്ങ് നടത്തിയേക്കാം. എനിക്കറിയാം. ഓ ഗോഡ്, ഈ കിളവിക്ക് എല്ലാം അറിയാമെന്ന് തോന്നുന്നു. ഇനി ഇവരെങ്ങാനും ഓപ്പണെ ചലഞ്ച് ചെയ്യാൻ എങ്ങനെ വന്നാണോ? നിനക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എന്നെ കാണുമ്പോ നിന്റെ മുഖം മങ്ങുന്നത്. എന്തിന്? ഇല്ല ആന്റി, ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിങ്ങളോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. നുണ പറയണ്ട. എന്നിൽ നിന്നൊന്നും മറയ്ക്കാൻ കഴിയില്ല. എന്റെ ഈ മുടി ഞാൻ സ്വയം വിളിപ്പിച്ചതല്ല. പിന്നെ എനിക്കിതറിയാം, പ്രീതയുടെ കാല് നീ കാരണമാ പൊള്ളിയതെന്ന്. ആന്റി, എന്നെ വിശ്വസിക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാനും അത് തന്നെയാ പറയണേ. നീ എന്താ ഒന്നും ചെയ്യാത്തെ? നീ ചൂടും ചൂരുമുള്ള ചെറുപ്പക്കാരനല്ലേ? ആ ഭാവി ഭാര്യ രക്ഷിക്കായിരുന്നില്ലേ നിനക്ക്? വലം വെക്കുന്ന സമയത്ത് നിങ്ങളാ ആദ്യം നടന്നിരുന്നേ. അപ്പൊ നിനക്ക് ആ വിറക് കാണാമായിരുന്നു. എന്നിട്ട് നിനക്കത് മാറ്റാമായിരുന്നല്ലോ. അങ്ങനെ പ്രീതയുടെ കാല് രക്ഷിക്കാമായിരുന്നില്ലേ? ഓ, ഈ സ്ത്രീ എന്നെ പേടിപ്പിക്കുകയാണ്. ചിലപ്പോ ഇങ്ങനെയാകാം. സൂചനകളൊക്കെ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തുന്നതുമാകാം. എന്തു പറ്റി ഇത്രയ്ക്ക് പരിഭ്രമിക്കുന്ന എന്തിന്? ആ എന്തേലും മറയ്ക്കുവാനാണോ? ഇല്ലല്ലോ. ഓ, ഒന്നുമില്ല ആന്റി. ആന്റി, എനിക്ക് ദാഹിക്കുന്നുണ്ട്. എക്സ്ക്യൂസ് മീ. എന്തോ പ്രശ്നമുണ്ട്. ഇവന്റെ പ്രവൃത്തികൾ കണ്ടിട്ട് എനിക്ക് അത്ര വെടിപ്പായി തോന്നുന്നില്ല. പക്ഷെ എന്ത് പ്രശ്നമാണ്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എനിക്ക്. കാല് വേദനിക്കുന്നുണ്ടോ പ്രീത? കുറച്ച് വേദന തോന്നുന്നുണ്ട്, പക്ഷെ കുറച്ച് സമയത്ത് കൈ പിടിച്ച് നടന്നാ മതി. രോഹിതേട്ടാ പ്ലീസ് ഡോണ്ട് വെറി സോ മച്ച്. കുറച്ചല്ലേ പൊള്ളിയുള്ളൂ. കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം ശരിയാകും. ശരി, നീ വന്നേ. നിങ്ങൾ രണ്ട് സഹോദരന്മാരും അതെ ചെറുതിനെ പെരുപ്പിച്ച് കാണിക്കാം. ഐ എം ഫൈൻ. ഈ രോഹിതും കിരണും രണ്ടാളും പ്രീതി എത്ര നന്നായി കെയർ ചെയ്യുന്നേ. രണ്ടാളെ എത്ര നന്നായി നോക്കുന്നു. ഇവിടെയാണെങ്കിൽ എന്റെ പൊന്നു എവിടെ പോയെന്ന് പോലും അറിയില്ല. എന്റെ കൂടെ വലം വെക്കാൻ പോലും വന്നില്ല. കൊള്ളാലോ, പരിക്ക് പറ്റിയിട്ട് പറയാണ് ഞാൻ ഓക്കെ ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്താ പറയണ്ടേ? എന്റെ അമ്മയും അങ്ങനെ തന്നെയാ. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, ശരിയാകുന്നേ. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യല്ലേ. ഐ വിൽ ബി ഫൈൻ. പ്രീത മോളെ, ഇപ്പൊ നീ കൈകൂപ്പി ഭഗവാനോട് നന്ദി പറയും, നിനക്ക് അധികം പരിക്ക് പറ്റാത്തതിന്. പിന്നെ ഒരു കാര്യം, നീ വലം വെക്കണ്ട, തീയിൽ ചോളം നേദിച്ചാൽ മതി. രോഹിത് മോനെ, നീ ഷെർലിന്റെ കൂടെ വലം വെക്കാൻ തുടങ്ങിക്കോ. എന്ത് പറ്റി കിരൺ? നിന്റെ കൂടെ ഇന്ന് ആരും തന്നെ ഇല്ലേ വലം വെക്കാനായിട്ട്? നീയും നിന്റെ ഏതെങ്കിലും ഗേൾ ഫ്രണ്ടിനെ വിളിച്ചിട്ട് വലം വെക്കുന്നേ? ഒരു ഐഡിയ തരട്ടെ. നീ ഇങ്ങനെ ചെയ്യും, നിന്റെ ഏതെങ്കിലും ഒരു ഗേൾ ഫ്രണ്ടിനെ വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് ഫോണിൽ അവളുടെ കൂടെ വലം വെച്ചോ. ഏതെങ്കിലും ഒരു ഗേൾ ഫ്രണ്ടിനെയെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ നിനക്ക് വലം വെക്കാനായിട്ട്? നമുക്കൊന്ന് വലം വെച്ചാലോ? വലം വെക്കാന്ന് എന്നുവെച്ചാ അത് ഇത്രേ ഉള്ളു മോളെ. നീ കാരണം എന്റെ ഗേൾ ഫ്രണ്ട്സ് എല്ലാം ഞാനുമായിട്ട് ബ്രേക്കപ്പ് ആയി പോയി. ഇപ്പൊ ഞാൻ നിന്നെ എന്റെ ഗേൾ ഫ്രണ്ട് ആക്കും. ആ എന്താ പ്രീത അറക്കലിങ്ങനെ? നീ ധൈര്യശാലയായി നടിക്കുകയും ചെയ്യും, പിന്നെ ചുമ്മാ എന്നെ ചൊറിയാനും വരും. വരൂന്നേ, വലം വെക്കാൻ പോയിട്ട്. ഞാനെല്ലാം കേട്ടു. നീ ഇവളെ നിന്റെ ഗേൾഫ്രണ്ട് എന്ന് വിളിച്ചില്ലേ? അതിന്റെ അർത്ഥം നീ ഇവളുടെ ബോയ് ഫ്രണ്ട് ആണെന്നല്ലേ? എന്തോ ഉണ്ട് നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ. വിചാരിക്കും പോലൊന്നും അല്ല. മുഴുവൻ കേട്ടില്ലല്ലോ.
പോയി ഐസ് എടുത്തിട്ട് വാ. ഷർലിൻ Are you okay? ആ? ഇതുവരെ എഴുന്നേൽപ്പിച്ചില്ലേ ഇവളെ? നീയും വാ, എണീപ്പിക്കവളെ. രോഹിത് മോനൊരു കാര്യം ചെയ്, ഷെർലിനെ കസേരയിൽ ഇരുത്തിയിട്ട് ഓയിൻമെന്റും മരുന്നും പുരട്ടി കൊടുക്ക. നോ നോ ഐ ഫൈൻ. ഏയ് വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാം. എനിക്കെന്താ ഇവിടെ നല്ല ഇഷ്ടമായി. അവൾക്ക് പൊള്ളലേറ്റപ്പോ. അശ്ശോ, നന്നായിട്ട് പൊളിയിട്ടുണ്ടല്ലോ. നീറ്റിലുണ്ടോ? ഞാൻ പോയി ഓയിൽമെന്റ് എടുത്തിട്ട് വരാം. ഓക്കെ, താൻ അവിടെ തന്നെ ഇരിക്കുക. ബേബി ഇതെങ്ങനെയാ പറ്റിയത്? നീ പ്രീതയ്ക്ക് വേണ്ടി ആ വിറക് കുറുകെ വെച്ചില്ലേ, അതിലെന്റെ കാലും ഉണ്ട്. നന്നായി പൊള്ളിയിട്ടുണ്ട്. പൊള്ളിയതാണോ പൊള്ളിച്ചതാണോ? ഞാൻ ഇവര് രണ്ടുപേരെ ഇത്രയടുത്ത് എവിടെയോ കണ്ടിട്ടുണ്ട്. മുമ്പും ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെ? കണ്ടിട്ടുണ്ട്, ഉറപ്പായും കണ്ടിട്ടുണ്ട്. ഓർക്കൂ ജാനകി. ജാനകി, ജാനകി ആന്റി, അയ്യോ ആന്റിക്ക് എന്താ പറ്റിയേ? പ്രീത, താൻ പെട്ടെന്ന് ഡോക്ടർക്ക് ഫോൺ ചെയ്യും. എന്റെ ഫോൺ ഇതാ, വേഗം ചെയ്യൂ. അതേ ഡോക്ടറല്ലേ ജാനകി ആന്റി ആദ്യം ട്രീറ്റ് ചെയ്ത ഡോക്ടർ. പുള്ളിക്കാകുമ്പോ കേസ് ഹിസ്റ്ററി അറിയായിരിക്കുമല്ലോ, പെട്ടെന്ന് ചെയ്യൂ. റൈറ്റ്, എനിക്ക് അദ്ദേഹത്തിന്റെ നമ്പർ ഓർമ്മയുണ്ട്. ഹലോ ഡോക്ടർ, ഞാൻ പ്രീത അരക്കില്ല സംസാരിക്കുന്നേ. അത് ഞങ്ങളുടെ ജാനകി ആന്റി ഉണ്ടല്ലോ, ആന്റിക്ക് വീണ്ടും ബോധം പോയി. നിങ്ങൾക്ക് പെട്ടെന്ന് നമ്പ്യാർ വീട്ടിലേക്ക് വരാൻ കഴിയുമോ? റൈറ്റ്. ചേച്ചി എന്തിനാ നമ്മളെ ജാനകി ആന്റി അടുത്തുനിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന അമ്മേ? അതെ മോളെ, അവര് പറഞ്ഞതല്ലേ, അഥവാ നമ്മൾ ജാനകി ആന്റിയുടെ അടുത്ത് കൂട്ടമായി നിന്നാൽ അവൾക്ക് തലക്കറക്കം ഉണ്ടാകും. പക്ഷെ അതിൽ എന്ത് വ്യത്യാസം ഉള്ളത്? ജാനകി ആന്റിക്ക് ബോധമില്ലല്ലോ. സൃഷ്ടി, വായി തോന്നിയത് വിളിച്ചു പറയാതെ. ഞാൻ സത്യമല്ലേ. ഞാൻ ദാ ഇപ്പൊ വരാം. ഓക്കെ ആന്റി. മഹേഷിട്ടാ, നിങ്ങൾ പിള്ളേരോട് പറഞ്ഞോ? എല്ലാം ഓക്കെയാണ്. ഞാൻ റൂഹിനോട് കാർത്തികോട് പറഞ്ഞിട്ടുണ്ട്. അവർ ഗസ്റ്റിനെ നോക്കിക്കോളും. പൂജ ആഘോഷം വളരെ നന്നായി കൊണ്ടാടുന്നുണ്ട്. ഒരു ടെൻഷനും അടിക്കണ്ട. അത് ചേട്ടന്റെ വെറും തോന്നല. ആഘോഷമൊക്കെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ഇവിടെ ഇത്രയും ടെൻഷൻ ഉള്ളപ്പോ എങ്ങനെ ആളുകൾ എൻജോയ് ചെയ്യുക? ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ നമ്പ്യാർ കുടുംബത്തിലെ ഇത്രയും നല്ല പാർട്ടീസിലൊക്കെ എന്തിനാ ഇതുപോലുള്ള ആളുകളെ ക്ഷണിക്കുന്നേ? കവിത,
പ്രീതയുടെ കാര്യത്തിൽ നീ നിന്റെ ചിന്താഗതി മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അവളുടെ കുടുംബം വെറും ഒരു എംപ്ലോയിയുടെ കുടുംബം മാത്രമല്ല, അതിനു മുകളിലാണ്. പ്രീത നമുക്ക് വേണ്ടി ചെയ്തതൊക്കെ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തതൊക്കെ, കിരണിന് വേണ്ടി ചെയ്തതൊക്കെ ആരും ചെയ്തിട്ടില്ല. അപ്പൊ നിനക്ക് ബെറ്റർ അതായിരിക്കും. നിന്റെ ചിന്താഗതി മാറ്റിക്കോ. പ്രീതയോടും അവരുടെ കുടുംബത്തോടും ഞങ്ങൾക്ക് വളരെ ആദരവുണ്ട്. പക്ഷെ ജാനകി അവരുടെ വേലക്കാരിയല്ലേ? നിന്റെ പ്രശ്നം എന്താ കവിത? ജാനകി അവരുടെ വേലക്കാരിയല്ല, ആ വീട്ടിലെ ഒരു അംഗമാണ്. ഈ കാര്യം നീ നന്നായി മനസ്സിലാക്കണം. ഒരു കാര്യം എനിക്ക് നന്നായി മനസ്സിലായി അമ്മേ. പ്രീത ഈ കുടുംബത്തിലേക്ക് വരാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളെല്ലാരും മാറിപ്പോയി. ആദ്യം നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുമായിരുന്നു, അംഗീകരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാ കാര്യങ്ങൾക്കും എന്നെ തെറ്റുകാരിയാക്കാൻ ശ്രമിക്കുക. സത്യതാണമ്മേ, പ്രീത എന്നു മുതൽ ഇവിടെ വരാൻ തുടങ്ങിയോ അന്ന് മുതൽ എന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞോണ്ടിരിക്കുക ഈ വീട്ടിൽ. ചേച്ചി അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഉറപ്പായി എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് എടത്തി. എല്ലാ കാര്യത്തിലും എനിക്ക് ഗിൽറ്റി ഫീലിംഗ് വരുത്താൻ നോക്കുക. ശരി, നോക്ക്, ഇത് പിന്നെ സംസാരിക്കാം. ഇപ്പൊ ഇത് സംസാരിക്കേണ്ട സമയമല്ല, കേട്ടല്ലോ? മറ്റൊരു അവസരത്തിലായിരുന്നെങ്കിൽ ഈ കുടുംബക്കാർ തമ്മിലുള്ള കലഹം നന്നായി ആസ്വദിക്കാമായിരുന്നു. പക്ഷെ കഷ്ടകാലത്തിന് ഈ സമയം എന്റെ മുഴുവൻ ശ്രദ്ധയും ജാനകിയിലാണ്. പക്ഷെ എന്തൊക്കെയായാലും ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഇവിടെയുള്ള ആളുകളുടെ ഇടയിൽ കാര്യങ്ങൾ പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് പ്രീതയും അവളുടെ വീട്ടുകാരും കാരണം. പ്രീത, എന്തു പറ്റി? എന്താ ഇത്ര വൈകിയേ? ജാനകിക്ക് എങ്ങനെയുണ്ട്? ബോധം തിരികെ വന്നോ? ഇല്ല അമ്മേ, ഇതുവരെ ബോധം വന്നിട്ടില്ല. പക്ഷെ ഞാൻ അവരുടെ ഡോക്ടറെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഏത് സമയത്തും അദ്ദേഹം ഇവിടെ എത്തും. അതെന്തായാലും നന്നായി മോളെ, നീ അതേ ഡോക്ടർ തന്നെ വിളിച്ചത്. കാരണം ജാനകിയുടെ ബോധം പോയതിനു ശേഷം അതേ ഡോക്ടർ തന്നെയല്ലേ ഈ കേസ് നോക്കുന്നത്. എനിക്കറിയില്ല എന്താണ് എനിക്കിങ്ങനെ തോന്നുന്നേന്ന്. ഇവള് പിന്നെയും ബോധം കെട്ടത് ഇതിന്റെ പിന്നിൽ ഇവളുടെ ഓർമ്മ പോയതിന്റെ കാരണവുമായി ബന്ധപ്പെട്ട് എന്തോ ഉണ്ട്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ജാനകി എന്നെ തീരടുത്ത് നിന്നപ്പോഴല്ലേ ബോധം കെട്ടത്. അമ്മേ, അമ്മ എങ്ങനെ ചിന്തിക്കുന്നത് സത്യമായിരിക്കും. ചിലപ്പോ നമ്മുടെ സിന്ദൂരഭാഗ്യ മാരേജ് ഹോളെ തീപിടുത്ത ഓർമ്മ വന്നതായിരിക്കും. അത് ഇവളുടെ നിശ്ചയത്തിനല്ലായിരുന്നു. അങ്ങനെ ബോധം വന്നാ എല്ലാം നമ്മളോട് തുറന്നു പറയായിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇനി പഴയതെല്ലാം ഓർമ്മ വരുമോ? ആന്റി, അവർക്കെല്ലാം ഓർമ്മ വരുമോ? ശരി. ചിലപ്പോ ഇങ്ങനെ സംഭവിക്കാമല്ലോ. ഇന്ന് നടന്ന 2 സംഭവങ്ങളും ചിലപ്പോൾ ജാനകി ആന്റിയുടെ മനസ്സിൽ എന്തെങ്കിലും ഓർമ്മകൾ വരുത്തിയിട്ടുണ്ടെങ്കിലോ അതിന്റെ ഒരു പ്രഷർ കൊണ്ടായിരിക്കും ആന്റിക്ക് ബോധം പോയത്. ചിലപ്പോ ആന്റിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ അന്ന് ഹാളിൽ തീ പിടിച്ചത് എങ്ങനെയാണെന്ന് ഓർത്താലോ? ഐ മീൻ സ്വന്തമായിട്ട് സംഭവിച്ചതാണോ അതോ ആരെങ്കിലും ഇനി ചിലപ്പോ ഇത് ആലോചിച്ചിട്ടായിരിക്കുമോ ബോധം കെട്ടത്? എന്താ ഇത്, ഒരു ഐഡിയയും ഇല്ല. പേഷ്യന്റ് എവിടാ? അത് മുകളിലെ മുറിയിൽ. നോക്കട്ടെ, നിങ്ങൾ ഇവിടെ നിൽക്കൂ. എന്താ കാര്യം പൃഥ്വി? നന്നായി വിയർക്കുന്നുണ്ടല്ലോ. ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല അച്ഛമ്മേ, ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. ഐ തിങ്ക് ചൂടെടുക്കുന്നുണ്ട്, ചെറിയ സഫോക്കേഷൻ ഉണ്ട്. എക്സ്ക്യൂസ് മീ. ചേച്ചി, ജാനകി എനിക്ക് ബോധം വന്നിട്ടുണ്ടാവില്ലേ? സൃഷ്ടി, അതിപ്പോ ഡോക്ടറിന് മാത്രമേ പറയാൻ കഴിയൂ. അദ്ദേഹം ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഡോണ്ട് വെറി, എല്ലാം ശരിയാകും. അയ്യോ അമ്മേ, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. മുത്തശ്ശി ഒന്ന് ഇരുത്ത്. എന്തോറ്റി? വെള്ളം ഇതുവരെ കിട്ടിയില്ല? എത്ര നേരമായി നോക്കുന്നു. ഗ്ലാസ് ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ വെള്ളം ഇല്ല. ഇതാ, നേരെ അവണ്ണം നോക്കിയെങ്കിൽ കിട്ടുമായിരുന്നു. ഇന്ന് ഈ വീട് മുഴുവനും വെള്ളം വെച്ചിരിക്കല്ലേ? ലിവിംഗ് റൂമിൽ ഉണ്ടായിരുന്നു. സത്യം, ഇന്ന് എനിക്ക് എന്തോ ഇന്നോ? പറ്റിയിട്ടുണ്ട്. ഇത് നിന്റെ പണ്ടേ ഉള്ള ശീലമല്ലേ പ്രീതാർക്കൽ? നിന്റെ കണ്ണിന് മുൻപിൽ ഉണ്ടായാലും കാണാൻ കഴിയില്ല നിനക്ക്.
എന്ത് എന്താണോ മുൻപിലുള്ള കാര്യം നിനക്ക് കാണാൻ കഴിയില്ല. എന്താന്ന് വെച്ചാൽ നേരത്തെ ഞാൻ നിന്നെയാ ഹായ് കാണിച്ചത്, നിന്നെയാ വേവ് ചെയ്തേ. നീ കരുതിയത് ആ പെൺകുട്ടിയെ വേവ് ചെയ്തേന്ന്, റൈറ്റ്? എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. നീ പോയി നിന്റെ കണ്ണൊന്ന് ചെക്ക് ചെയ്യാ. അതുപോലെ തന്നെ നിന്നെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ നല്ലൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഓ റിയലി? പറയുന്നേ, എന്റെ ഏത് ഫിലോസഫിയാ നിന്റെ ലൈഫ് ചേഞ്ച് ചെയ്തേ? പറയേ. നിന്നെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഈ കാര്യം പഠിച്ചത്, അത് നിന്നെ പോലെയുള്ള ആളുകളും ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. നീ എന്താ ഉദ്ദേശിച്ചത്? അതായത് നീ ഇവിടുത്തെ ആളെ അല്ല, ഏലിയനാണ്. എന്നാ പിന്നെ ഇത് പറയേ. ഞാൻ നിനക്ക് ഏലിയൻ ആണെങ്കിൽ നീ എന്തിനാണ് എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയത്? പറയൂ. അതല്ലേ ഞാൻ പറയുന്നേ, മണ്ടൻ കൊണാപ്പ. അതെന്താണോ, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം അങ്ങനെയല്ലേ? നൂറ്റാണ്ടുകളായി പുറത്തുനിന്ന് വരുന്ന അതിഥികൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അതിപ്പോ ആ അതിഥി നിന്നെ പോലെ വളരെ വിചിത്രമായ ഒരാളായ കൂടി അവരെ സഹായിക്കുന്ന ഞങ്ങളുടെ കടമയായിട്ടാണ് കാണുന്നത്. ചുമ്മാ എന്റെ തല കയറി ഇരുന്ന് ചെവി കടിക്കാൻ വരല്ലേ മിസ് കൈപ്പയ്ക്ക്. മണ്ട കൊണാപ്പി. പ്രീത, രോഹിതടാ, നിങ്ങൾ വന്നത് നന്നായി. നോക്ക്, ഈ ഏലിയൻ എന്നെ. ഞാൻ ഉദ്ദേശിച്ചത് കിരൺ എന്നെ എന്തൊക്കെയാ പറയുന്നത് നോക്കിയേ. എന്താ ഇവൻ പറഞ്ഞേ? ഒന്നുമില്ല ഏട്ടാ, ഞാൻ ഇവളെ കോംപ്ലിമെന്റ് ചെയ്യായിരുന്നു. ഇവളെ കാണാൻ എത്ര സുന്ദരിയാണെന്ന്. പക്ഷെ ഇവളെ കലിപ്പായി. എന്നെ ഇവൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു ഏട്ടാ. ഏലിയൻ, പിന്നെ മണ്ടൻ കൊണാപ്പൻ, അങ്ങനെ സംതിങ്. ഈ മരമണ്ടൻ ഇവൻ നുണ പറയോ രോഹിതേട്ടാ? നിങ്ങൾക്കറിയാലോ ഇവൻ എത്ര നുണ പറയുന്നു. അത് ശരി, കളിയാക്കിട്ട് കാര്യം നടക്കാഞ്ഞപ്പോ ഞാൻ നുണ പറയാണെന്നല്ലേ? ഏട്ടൻ പറയേ, പ്രെറ്റി ആയിട്ടില്ലേ ഇവള്? ആ ഞാൻ പറഞ്ഞിരുന്നല്ലോ നല്ല രസമുണ്ടെന്ന്. അല്ല, താങ്ക് യു പറയുന്നത് പോട്ടെ, കുറഞ്ഞ പക്ഷെ നുണയെങ്കിലും പറയേണ്ടിരുന്നൂടെ? അല്ല, ഞാൻ ജാനകി ആന്റിയുടെ അടുത്ത് പോവാ. ഹായ്, ഇന്ന് നിന്നെ കാണാൻ സത്യവും നല്ല രസമുണ്ട്. ഹായ്, എത്ര മിസ് ചെയ്തു ഞാൻ ഈ വലിയ വലിയ കണ്ണുകളെ, പിന്നെ ദേഷ്യം വന്ന ചുവന്ന ഈ മുഖത്തെ. നീ ഉണ്ടല്ലോ 1 നമ്പർ മരമണ്ടനാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരോട് മനസ്സ് തുറന്ന് പറയാൻ പറ്റില്ല അവരോടുള്ള ഫീലിങ്സ് എന്താണെന്ന്. കാരണം സിറ്റുവേഷൻ അതിന് പറ്റിയതാവില്ല. എന്നുവച്ചാ അത് എപ്പോഴും കുടുംബം ഒരുപോലെ ആവില്ലല്ലോ. പിന്നെ സാഹചര്യം അനുസരിച്ച് കൂടുതൽ സീരിയസ് ആണെങ്കിൽ സംസാരിച്ച് നോക്കണം. എന്റെ ചേട്ടാ, നിന്റെ ഈ മനസ്സുണ്ടല്ലോ പിള്ളേരുടെ പോലെയാ. ആലോചിച്ചിട്ടല്ല ഒന്നും സംസാരിക്കുന്ന, ഒന്നും തോന്നിയ പോലെ ഓരോന്നങ്ങ് വിളിച്ചു പറയും. ഞാനാണെങ്കിൽ മനസ്സ് പറയുന്ന കാര്യം മാത്രമേ കേൾക്കൂ. അതൊക്കെ ആലോചിച്ച് മനസ്സിലാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് നിന്റെയാ. നീയും എന്നെ പോലെ ആകാൻ നോക്ക്. കേട്ടാ, ഞാനൊരു ഒഴുക്ക മട്ടാണ്. മനസ്സിന് അവസരം കൊടുക്കാറേ ഇല്ല തലച്ചോറ് പറയുന്നത് കേൾക്കാനായിട്ട്. മനസ്സിലായോ? നീ ഹാപ്പി ആണല്ലോ? ഹാപ്പി. ഞാനും ഹാപ്പി. വാ. പൃഥ്വി, കിളവിയുടെ അവസ്ഥ എന്താ? അവൾക്ക് ബോധം വീണോ? ഇല്ല ബേബി, ഇതുവരെ അവൾക്ക് ബോധം വന്നില്ല. അറിയില്ല അവൾക്ക് ബോധം വന്നാൽ എന്ത് പറയും, എന്ത് ചെയ്യുന്നു. ഐ വിഷ് ബോധം കെടുന്നതിന് പകരം അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ആ സ്പോട്ടിൽ തന്നെ മരിച്ചാൽ മതിയായിരുന്നു. ബേബി, നിനക്കറിയോ, ആ തള്ള രാവിലെ മുതൽ വളരെ വിചിത്രമായി എന്നെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ കിളവിയുണ്ടല്ലോ, ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമെന്ന് ശരിക്കും ഒപ്പിക്കുന്നു. അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അവൾ നോക്കി ആ നോട്ടം ഉണ്ടല്ലോ. അറിയില്ല അവൾക്ക് ബോധം വന്നു കഴിഞ്ഞ് എന്ത് പുതിയ ആപ്പാണ്, ഏത് പുതിയ പണിയാണോ വരിക നമുക്ക് രണ്ടാൾക്കൊന്ന്. ലിസൺ, കാം ഡൗൺ, റിലാക്സ്. അങ്ങനെയൊന്നും ഇല്ല. അത് ആക്ച്വലി നമ്മൾ ഗിൽറ്റി അല്ലേ, അതുകൊണ്ട് നമുക്ക്. അല്ല, ഞാനെന്താ പൊട്ടനാണോ? അഥവാ ഞാൻ അങ്ങനെ പറയുന്നെങ്കിൽ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തോണ്ടാണ്. എന്തോ പന്തികളുണ്ടെന്നാണ്. അപ്പൊ അത് ഉണ്ടാവും, ഉറപ്പാണ്. അങ്ങനെ ചുമ്മാ അങ്ങ് ഫീൽ ചെയ്യോ? ഇതിനെല്ലാത്തിനും പിന്നിൽ തീയുമായി കണക്ഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ ആ കിളവിയെ, ആ വേലക്കാരിയെ തീയിൽപ്പെടുത്തി കളഞ്ഞില്ലേ? അവൾ തീ പിടിച്ച് മരിക്കാൻ വേണ്ടി. അപ്പൊ ഇന്ന് ലോഹരിയിൽ തീ കണ്ടിട്ട് അവളുടെ തലച്ചോറിൽ പ്രത്യേക സ്വാധീനം ഉണ്ടായി. വെറും തീ കാരണമല്ല, അതിനുശേഷം നമ്മൾ രണ്ടുപേരെയും ഒരുമിച്ച് വീണ്ടും കാണുകയും ചെയ്തു. ഒരു തവണ മാത്രമല്ല, 2 പ്രാവശ്യം. 2. ആൻഡ് ഐ തിങ്ക് അവൾക്ക് ഉറപ്പായിട്ട് നിശ്ചയത്തിന്റെ ദിവസത്തെ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മ വന്നിട്ടുണ്ടാകും. പിന്നെ അതുകൊണ്ട് അവളുടെ തലച്ചോറിൽ സ്ട്രെസ് വന്നിട്ടുണ്ടാകും. പിന്നെ ആ ഷോക്കിൽ അവളുടെ ബോധം പോവുകയും ചെയ്തു. ഐ എം റിയലി സോറി പൊന്നു. എനിക്കറിയില്ലായിരുന്നു ജാനകി നമ്മളിൽ ഇത്രയും വലിയ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുമെന്ന്. എനിക്ക് വളരെ നിരാശ തോന്നുന്നു. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ജാനകി എൻ്റെ അവസ്ഥ ഇങ്ങനെ ആകണമെന്ന്. ഐ എം സോറി. ഷർലിൻ, വാട്ട്സ് റോങ് വിത്ത് യു?
നിനക്ക് എന്തു പറ്റി ഷേർലിൻ? കാൽ കാശിന് വിലയില്ലാത്ത ആ വേലക്കാരി ഓർത്ത് നിനക്ക് ടെൻഷനോ? ദാറ്റ്സ് ഹൗ സില്ലി. ഒരു കാര്യം പറയട്ടെ ആന്റി, അവരെ വേലക്കാരി എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടല്ലേ? അവർ അറക്കൽ ഹൗസിൽ പണിയെടുക്കുന്നത് കൊണ്ട്. ബട്ട് പ്രീത സൃഷ്ടി ആ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും, പിന്നെ എനിക്കും അവരൊരു ഫാമിലി മെമ്പർ തന്നെയാണ്. ഹോ പ്ലീസ് കട്ട് ദാറ്റ് ക്രാപ്പ്. ഇനി നിനക്ക് അവളോട് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നോണ്ട് ഷേർലിനുമായി സംസാരിച്ചിങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്ന എന്തിനാ? നീ അവളുടെ അടുത്തല്ലേ ഇരിക്കേണ്ടത്? അവളെ പരിചരിക്കുകയല്ലേ വേണ്ടത്? അവന്റെ ഒരു കരുതല് കണ്ടില്ലേ? ഷേർലിനെ നോക്ക്, എത്ര ടെൻഷനിലാ അവളിപ്പോ. കാണുന്നവർക്ക് എന്താ തോന്നുകയെന്നറിയാമോ? ആ ജാനകിയുടെ അവസ്ഥയ്ക്ക് കാരണം ഇവളാണെന്ന്. ഇതിനാണ് ജെനുവിൻ കൺസേൺ എന്ന് പറയുന്നത്. മനസ്സിലായോ നിനക്ക്? സത്യം കേട്ടപ്പോ അപ്സെറ്റ് ആയിപ്പോയോ? എക്സ്ക്യൂസ് മീ. ഇപ്പൊ എനിക്കും ഇയാളെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഷേർലിൻ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നീ ആ ജാനകിയുടെ അടുത്ത് പോയി അവളെ നോക്കുകയല്ലേ വേണ്ടത്? ഐ മീൻ ടു സേ, ജെനുവിൻലി അവളെ നോക്കണമെന്ന് പറയില്ല, പക്ഷെ പ്രിറ്റൻഡ് ചെയ്യാലോ നിനക്ക്. ഏടത്തേക്ക് അത് ഇഷ്ടപ്പെടും. ലെറ്റ്സ് ഗോ. ഡോക്ടർ സാർ, ഇപ്പൊ ജാനകിക്ക് എങ്ങനെയുണ്ട്? അവർക്ക് ബോധം വീണോ? ഞങ്ങൾക്ക് ഇപ്പൊ അവളെ കാണാൻ പറ്റുമോ? പ്ലീസ്, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. ഡോക്ടർ അങ്കിൾ, ഇത് മാത്രം ഒന്ന് പറയുവോ? ജാനകി ആന്റിയുടെ മെമ്മറി ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ടോ? നോക്കൂ, ഈ സമയം അവരുടെ തലച്ചോറിൽ എന്തൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് എക്സാക്ട്ലി പറയാൻ കഴിയില്ല. എനിക്ക് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അതിനുശേഷമേ പറയാൻ പറ്റൂ അവർ ബോധരഹിതയായത് എന്തുകൊണ്ടാണെന്ന്.